ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉന്നത ശീർഷനായിട്ടുള്ള സഖാവ് ലെനിൻ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയിട്ട് 100 വർഷം പിന്നിടുകയാണ്. ഒരു ഹ്രസ്വകാല ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1870 ജനിക്കുകയും 1924 നമ്മൾ വിട്ടുപിരിഞ്ഞ് പോവുകയും ചെയ്തു. ഏകദേശം 54 വർഷത്തെ ജീവിതത്തിൽ ഒരു 40 വർഷക്കാലവും അദ്ദേഹം ഒരു രാഷ്ട്രീയ ജീവിതം തന്നെയാണ് നയിച്ചിരുന്നത്. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ അത്യധികം താല്പര്യം പ്രകടിപ്പിക്കുകയും ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്തു എന്ന് കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഒരു നല്ല വിദ്യാർത്ഥി എന്ന രീതിയിൽ, നല്ല ദൈക്ഷണികതയുള്ളൊരു വിദ്യാർത്ഥി എന്ന രീതിയിലാണ് ലെനിൻ്റെ ആരംഭ ജീവിതം അല്ലെങ്കിൽ വിദ്യാലയ ജീവിതമെന്ന് നമുക്ക് പറയാവുന്നതാണ്. അതിനുള്ള അറ്റ്മോസ്ഫിയർ സ്വാഭാവികമായിട്ടും അത്തരം ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ ഒരു ഡോക്ടറുടെ മകളായിരുന്നു, അച്ഛനാണെങ്കിൽ സ്കൂൾ അധ്യാപകനും പിന്നീട് ഒരു സ്കൂൾ ഇൻസ്പെക്ടറുമൊക്കെ ആയിട്ടാണ് പിന്നെ ജീവിച്ചത്. അപ്പോൾ ആ സാഹചര്യത്തിൽ പഠനത്തോടുള്ള വലിയൊരു ആഭിമുഖ്യം പിന്നെ ലെനിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ അന്ന് തന്നെ അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി രാഷ്ട്രീയത്തെ നോക്കിക്കാണാനുള്ള ഒരു സാഹചര്യം, തീർച്ചയായിട്ടും അതിഭീകരമായ രീതിയിലുള്ള സാറിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ യുവാവായിരുന്ന ചെറുപ്പക്കാരനായിരുന്ന ലെനിനും അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുകയൊക്കെ ചെയ്തു. വീട്ടിലും അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിരുന്നു എന്നതാണ് അങ്ങനെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ലെനിൻ ഇറങ്ങിത്തിരിക്കാനുള്ള കാരണം. പ്രാരംഭത്തിൽ തന്നെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചില പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ തന്നെ അകാല പിന്നെ വിയോഗമായിരുന്നു. മറ്റൊന്ന് പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള അലക്സാണ്ട്രിച്ച് ഭീകരമായ രീതിയിൽ പിന്നെ സാറിസ്റ്റ് വേട്ടക്കിരയായി തൂക്കിലേറ്റപ്പെടുകയുണ്ടായി എന്നുള്ളതാണ്. അലക്സാണ്ടർ നിക്കോളാസിനെ വധിക്കാനുള്ള ശ്രമം നടത്തി എന്ന ഒരു ഗൂഢാലോചന നടത്തി എന്ന ഒരു ആരോപണത്തിൻ്റെ ഭാഗം ഉന്നയിച്ചിട്ടാണ് അലക്സാണ്ട്രിച്ചിനെ തൂക്കിലേറ്റുന്നത്. ഇതൊക്കെ തന്നെ യൗവനയുക്തനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ അതിശക്തമായ രീതിയിൽ സാർ ഗവൺമെൻറ്റിനെതിരെ, ഭരണകൂടത്തിനെതിരെയുള്ള നിലപാടെടുക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂൾ കാലത്ത് തന്നെ സജീവമായി ഇടപെടുകയും അദ്ദേഹം ലോയ്ക്ക് പഠിക്കുമ്പോൾ നിയമം പഠിക്കാനായിട്ട് ചേരുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ഒരു കാരണം പറഞ്ഞത് നിരോധിത വിദ്യാർത്ഥി സംഘടനയുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്നാരോപിച്ചാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. ദീർഘകാലത്തെ അപേക്ഷയുടെയൊക്കെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹത്തെ നിയമപഠനത്തിന് വേണ്ടി വീണ്ടും പിന്നെ അനുവദിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കി എല്ലാ വിഷയങ്ങളിലും 1ാം സ്ഥാനം നേടുകയും അത്തരത്തിലൊരു പിന്നെ പഠനം നടത്തുന്നൊരു വിദ്യാർത്ഥി എന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. നിയമ പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹം വളരെ ഹ്രസ്വമായ കാലത്താണ് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷെ ആ കാലം ലെനിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ലെനിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായകമായ ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലൈൻസായിട്ട് അന്ന് കക്ഷികളായിട്ട് വന്നിരുന്ന ആളുകളെല്ലാം മിക്കവാറും സാധാരണ കർഷകരോ അതുപോലെ കൈവേലക്കാരോ ആയിരുന്നുള്ളൂ. അവരുമായിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി തന്നെ അവരനുഭവിക്കുന്ന ചൂഷണത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ലെനിന് ചെറുപ്പം മുതലേ ഉണ്ടായി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തുടർന്നാണ് അതിശക്തമായ രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്ന രീതിയിൽ തൊഴിലാളി വർഗ വിമോചന സമര സംഘടന എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുക്കാനും അതിൽ ശക്തമായി പ്രവർത്തിക്കാനും ലെനിന് അക്കാലത്ത് കഴിഞ്ഞു എന്ന കാര്യം നമുക്കറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അതിശക്തമായ രീതിയിലാണ് ഒരു തൊഴിലാളിയുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അപ്രൈസൽ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ നടന്നത്. ഐതിഹാസികങ്ങളായിട്ടുള്ള സമരങ്ങൾ പലതും നടന്നു. നിരവധി പണിമുടക്കുകളാണ് അന്ന് നടന്നത്. ഏകദേശം അന്ന് കണക്കാക്കിയത് 4 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ അന്ന് പണിമുടക്കുകളുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ സമരങ്ങളാണ് അക്കാലത്ത് നടന്നത്.
1905 ആകുമ്പോഴേക്കും ഇത്തരം സമരങ്ങളുടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. എണ്ണ കമ്പനിയിൽ നടന്ന വലിയ സമരങ്ങൾ, അതുപോലെ ഒഡേസയിൽ നടന്ന വലിയ സമരങ്ങൾ, അതിൻ്റെ ഭാഗമായി കരിമ്പട കപ്പൽ എന്നൊക്കെ പറയാവുന്ന കപ്പൽ സൈന്യത്തിൽപ്പെട്ട പൊത്തൻകിൻ എന്ന കപ്പലിലെ മുഴുവൻ തൊഴിലാളികളും സാറിസ്റ്റ് ഭരണകൂടത്തിനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ആ പൊത്തൻകിൻ ഷിപ്പിന് നേരെ സാർ ഗവൺമെൻറ് നിരവധി പടക്കപ്പലുകൾ അയക്കുകയുണ്ടായ കാലത്ത്. പക്ഷേ വന്ന പട്ടാളക്കാർ തങ്ങളുടെ സഹപ്രവർത്തകരായ പൊത്തൻകിനിലെ പോരാളികളായ വിപ്ലവകാരിയായ പട്ടാളക്കാർക്കെതിരെ നിറയൊഴിക്കാൻ തയ്യാറാവാതിരിക്കുകയും ആ സമരം വലിയ രീതിയിൽ മുന്നേറുകയും ചെയ്ത കാര്യം നമുക്കറിയാം. ഐസൻസ്റ്റീനെ പോലുള്ള ആളുകൾ ആ വിഷയം മാത്രം വിഷയമാക്കിക്കൊണ്ട്, പ്രമേയമാക്കിക്കൊണ്ട് ബാറ്റിൽഷിപ്പ് പൊത്തൻകിൻ എന്ന സിനിമ ഇപ്പോഴും ഒരു ക്ലാസിക് സിനിമ എന്ന് പറയാവുന്ന രീതിയിൽ ഇത് പിന്നീട് ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, തീർച്ചയായിട്ടും അക്കാലത്തുണ്ടായ സമരതീക്ഷ്ണമായ ആ കാലം തീർച്ചയായിട്ടും സാറിസ്റ്റുകൾക്കെതിരെ വലിയ രീതിയിലുള്ള മുന്നേറ്റം സംഘടിപ്പിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ സാർ കൊട്ടാരത്തിലേക്ക് തന്നെ മാർച്ച് നടത്തുകയും അതിൻ്റെ ഭാഗമായി അതിശക്തമായ വെടിവെപ്പുണ്ടാകുകയും 1000-ഓളം തൊഴിലാളികൾ മരിക്കുന്നൊരു സാഹചര്യവും അന്ന് ഉണ്ടാവുകയുണ്ടായെന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റം നടന്ന ആ കാലം സ്വാഭാവികമായിട്ടും അതിനെല്ലാ ശക്തിയും ഉപയോഗിച്ച് സാർ ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുതരം അതിശക്തമായ രീതിയിലുള്ള തൊഴിലാളികളുടെ പോരാട്ടം നടക്കുമ്പോൾ തന്നെ അതിനെതിരെയുള്ള മർദ്ദനമുറകളും ശക്തി പ്രാപിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതിൻ്റെ ഭാഗമായി ലെന്നെ അടക്കം 15 മാസത്തോളം ജയിലിലടച്ചു. അതിനുശേഷം സൈബീരിയയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. അസലൊരു ടേണിംഗ് പോയിൻ്റായിരുന്നു. ആ സമയത്താണ് ലെൻ മാർക്സിസ്റ്റ് ഗ്രന്ഥങ്ങൾ, ഏറ്റവും ശക്തമായ രീതിയിൽ ഉള്ള മാർക്സിസ്റ്റ് ഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ദാസ് ക്യാപിറ്റലൊക്കെ വായിക്കുന്നത് വസ്തുവിൽ ആ ഘട്ടത്തിലായിരുന്നു. അതുപോലെ അവിടെ വെച്ചിട്ടാണ് വിവാഹിതനാവുന്നത്. തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സഖാവ് നതാഷയെ വിവാഹം കഴിക്കുകയും പിന്നീടുള്ള പോരാട്ടങ്ങളിൽ ലെനിനോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു സഖാവായിരുന്നു അവർ. ആ ലെനിൻ അതിനുശേഷമാണ് റഷ്യയിലേക്ക് തിരിച്ചു വരികയും പിന്നെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഒരു പത്രം ഇറക്കുന്നുണ്ട്. ഇസ്ക്ര എന്ന പേരിലുള്ള ഒരു പത്രം. അതിൻ്റെ മലയാളം വേണമെങ്കിൽ തീപ്പൊരി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു അർത്ഥം വരുന്ന രീതിയിലുള്ള ഒരു പത്രം ആരംഭിക്കുകയും ആ പത്രം വാസ്തവത്തിൽ ലെനിൻ്റെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ മുഴുവൻ ആവിഷ്കരിക്കാവുന്ന രീതിയിലുള്ള ഒന്നായി മാറുകയും ചെയ്യുന്നുണ്ട്. സകല വിഷയങ്ങളെക്കുറിച്ചും അതിൽ ഗൗരവപ്പെട്ട രീതിയിൽ ചർച്ച നടക്കുന്നുണ്ട്. ചിതറിക്കിടക്കുന്ന റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെയും വെസ്റ്റ് യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെയൊക്കെ തന്നെ യോജിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്ക്ര എന്ന പത്രം ആരംഭിക്കുന്നത്. അതിലാണ് ഏറ്റവും ഗൗരവപ്പെട്ട രീതിയിലുള്ള ആരംഭ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ലെനിൻ ദ്വിമുഖമായൊരു സമരത്തിനാണ് വാസ്തവത്തിൽ നേതൃത്വം കൊടുത്തത്. അന്ന് സ്വാഭാവികമായിട്ടും ഈ മെൻഷെവിക്കുകളെന്ന് പിന്നീട് അറിയപ്പെട്ട പ്ലക്നോവിനെ പോലുള്ള ആളുകൾ, ട്രോട്സ്കിയെ പോലുള്ള ആളുകൾ, മാർട്ടോവിനെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ തന്നെ ലെനിൻ്റെ അഭിപ്രായങ്ങളോട് യോജിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ലെനിൻ്റെ ഒരു അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്യാവശ്യമായ ഒന്നാണെന്നും അതിശക്തമായ രീതിയിൽ ഒരു അവാൻഗാദ് എന്ന രീതിയിൽ മുന്നണി പോരാളികളായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നൊരാശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതേസമയത്ത് മെൻഷെവിക് ആശയമുള്ള സഖാക്കൾ ഉന്നയിച്ചത് മാർക്സിസം എന്നത് സ്വാഭാവികമായിട്ടത് വികസിച്ച് വരേണ്ട ഒന്നാണ്. അത് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വികാസത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രതിസന്ധിയുടെ ഭാഗമായി സ്വാഭാവികമായും അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കും എന്ന വാദമാണ് മെൻഷെവിക്കുകൾ ഉന്നയിച്ചത്. പക്ഷേ ലെനിൻ ശക്തമായി പറഞ്ഞ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റത്തിന് പോരാളികളായൊരു കേഡർ പാർട്ടി എന്ന രീതിയിൽ തന്നെ ആവശ്യമാണ്, ഒരു കേഡർ സംഘടന എന്ന രീതിയിൽ തന്നെ ആവശ്യമാണ് എന്ന വാദം ഉന്നയിക്കേണ്ടായി. മെൻഷെവിക്കുകളുമായി നിരന്തരം സമരങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ആദ്യകാലത്ത്
പിന്നെ ലെനിൻ്റെ ആശയം ഉള്ള ആളുകൾ വളരെ ന്യൂനപക്ഷമായി മാറുകയായിരുന്നു. പിന്നീട് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ആശയ സമരത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ പിന്നെ ഈ ന്യൂനപക്ഷങ്ങൾ ബോൾഷെവിക്കുകളായി ഭൂരിപക്ഷമായി മാറുകയും പിന്നെ അദ്ദേഹത്തെ എതിർത്ത ആളുകളൊക്കെ തന്നെ മെൻഷെവിക്കുകളായിട്ട് തീരുകയുമൊക്കെയാണ് ചെയ്തത്. പക്ഷെ അവർ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങൾ അവർ പറയുന്നൊരു കോർഡിനേഷൻ എന്ന രീതിയിൽ ഒരു പാർട്ടി നിന്നാൽ മതി, കാര്യങ്ങളൊക്കെ തന്നെ സ്വാഭാവികമായി നടക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഇടപെടലുകൾ വേണമെന്ന രീതിയിലാണ് വാട്ട് ഈസ് ടു ബി ഡൺ എന്ന്, നാം എന്ത് ചെയ്യണമെന്ന ലെനിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പിന്നെ വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരിക്കും അത്തരത്തിലുള്ള ഒരു പിന്നെ ആശയ സമരം തുടർന്ന് നടന്നിരുന്നു. തൊഴിലാളികളുടെ ഒരു സർവാധിപത്യം എന്ന ആശയത്തെ മെൻഷെവിക്കുകൾ, ട്രോട്സ്കിയും പ്ലഖ്നോവും ഒന്നും തന്നെ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത്. തൊഴിലാളികളുടെ സർവാധിപത്യം എന്നത് തീർച്ചയായിട്ടും അത് ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ സർവാധിപത്യമായി മാറുകയും പിന്നീടത് ഒരു ലീഡർഷിപ്പ്, അതിൻ്റെ സെക്രട്ടറിയുടെ സർവാധിപത്യമായി മാറുകയും ചെയ്യുമെന്ന രീതിയിലുള്ള ചർച്ചയൊക്കെ നടക്കുകയുണ്ടായി. പക്ഷേ ലെനിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ വളരെ വ്യക്തമായ ജനാധിപത്യ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്രീകൃത ജനാധിപത്യം എന്നതിന് പകരം തന്നെ അദ്ദേഹം ഉപയോഗിച്ച് തന്നെ ജനാധിപത്യ കേന്ദ്രീകരണം എന്ന പിന്നെ പദമായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ പിന്നെ എല്ലാം മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കലല്ല, വാസ്തവത്തിൽ ഒരു കാലങ്ങളിൽ തീർച്ചയായിട്ടും ഈ തൊഴിലാളി വർഗ പാർട്ടിക്ക് അതിൻ്റെ രൂപം മാറേണ്ടതായി വരും. അപ്പോൾ ആരംഭകാലത്ത് പ്രത്യേകിച്ച് റഷ്യയിലെ പിന്നെ ഭരണാധികാരിയായി അദ്ദേഹം മാറിയതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം അതിശക്തമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് മഹത്തായ ഒക്ടോബർ വിപ്ലവം നടക്കുകയും അതിൻ്റെ ഭരണത്തലവനായി അദ്ദേഹം മാറുകയൊക്കെ ചെയ്യുന്ന ഘട്ടമുണ്ടായിരുന്നു. ആ കാലത്തൊക്കെ തന്നെ തീർച്ചയായിട്ടും പാർട്ടി വാർ കമ്മ്യൂണിസ്റ്റ് കാലം എന്ന് പറയാവുന്ന രീതിയിൽ ഈ പുതുതായി ലോകത്ത് ആദ്യമായി ഉണ്ടായ ഒരു പിന്നെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു വന്നിരുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും സംഘടന എന്ന രീതിയിൽ, ഒരു കേഡർ സംഘടന എന്ന രീതിയിൽ അത് ആവശ്യമാണ്. വാർ കമ്മ്യൂണിസ്റ്റ് കാലത്തെ ഒരു സംഘടന തീർച്ചയായിട്ടും അല്പം കേന്ദ്രീകൃതമാണ് എങ്കിലും തുടർന്നുള്ള കാലത്ത് ഇത് മാറേണ്ടതുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹം പറയുന്നുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജനാധിപത്യ ബോധം തെളിയിക്കാവുന്ന പല സന്ദർഭങ്ങളും ഉണ്ട് എന്നതാണ്. നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള എമൻ റോയ് അന്ന് പിന്നെ അദ്ദേഹത്തെ മെക്സിക്കൻ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന രീതിയിലാണെങ്കിലും എന്നെ കാണാനായിട്ട് അന്ന് ചെല്ലുന്നുണ്ട്. അത് ചെല്ലുന്നതിന് കാരണം തന്നെ ഇത്തരത്തിലുള്ള ഒന്നാണ്. ഈ സാമ്രാജ്യത്വം അത് വലിയ രീതിയിൽ വളർന്ന് വികസിച്ചിട്ടുണ്ട് എന്ന്, സാമ്രാജ്യത്വം എന്ന് പറഞ്ഞത് മുതലാളിത്തത്തിൻ്റെ തന്നെ ഒരു ഉയർന്ന രൂപമാണ്. ആ പേരിലുള്ളൊരു പുസ്തകം തന്നെ ലെനിൻ രചിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലെനിൻ ഉന്നയിക്കുന്ന ബൂർഷ്വാ ദേശീയ പാർട്ടികളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കേണ്ടത്, അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടതുണ്ട് എന്ന വാദഗതി ഉന്നയിച്ചപ്പോൾ അതിനോടുള്ള വിയോജിപ്പ് തീർച്ചയായിട്ടും എം.എൻ. റോയിക്ക് പ്രകടിപ്പിച്ചിരുന്നു. അപ്പം നേരിട്ട് ലെനിനെ കാണുകയും ഇക്കാര്യം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെനിൻ പറഞ്ഞത് തന്നെ ഏറ്റവും ജനാധിപത്യപരമായിട്ടുള്ളൊരു സമീപനമാണ് അത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളൊരു ബദൽ തീസിസ് എൻ്റെ തീസിസിനോടൊപ്പം തന്നെ അവതരിപ്പിക്കാനാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ലെനിൻ തീസിസ് അവതരിപ്പിച്ചു. അതിനുശേഷം ഒരു ബദൽ തീസിസ് എന്ന രീതിയിൽ, അനുബന്ധ തീസിസ് എന്ന രീതിയിൽ എം.എൻ. റോയും അവതരിപ്പിക്കുന്നുണ്ട്. അതിനോടുള്ള വിയോജിപ്പ് ലെനിന് തീർച്ചയായിട്ടും ഉണ്ട് എങ്കിലും പിന്നെ റോയ് അവതരിപ്പിച്ച തീസിസ് പൂർണ്ണമായി തള്ളിക്കളയുകയല്ല ചെയ്തത്, മറിച്ച് അതിൽ ചില ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ തീസിസിനെ വിപുലീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ ബൂർഷ്വാ ദേശീയ പ്രക്ഷോഭം വിപ്ലവം എന്നതിന് പകരം അത് ദേശീയ പിന്നെ വിപ്ലവം എന്ന രീതിയിലേക്ക് പേര് മാറ്റുന്നുണ്ട്. അതുമാത്രമല്ല എം.എൻ. റോയെ പോലുള്ള ആളുകളെ സെക്കൻഡ് ഇൻ്റർനാഷണൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിലെ പിന്നെ പ്രസീഡിയത്തിലേക്ക് ഇരുത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗമാക്കുകയും പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പിന്നെ അംഗമാക്കുകയൊക്കെ ചെയ്ത ഏറ്റവും ലിബറലായിട്ടുള്ള വിയോജിപ്പുകളെ പോലും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള വിശാലമായ മനസ്സുണ്ടായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ സവിശേഷമായ അക്കാലത്ത് റോസ ലക്സംബർഗും ഒക്കെ ആയിട്ടുള്ള സംവാദങ്ങൾ നടക്കുന്നുണ്ട് വാസ്തവത്തിൽ ജനാധിപത്യത്തെക്കുറിച്ച്. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്നത് തീർച്ചയായിട്ടും അത് ഒരു കാലത്തിൻ്റെ ആവശ്യം എന്ന രീതിയിൽ ഒരുപക്ഷെ തുടർന്ന് ആ ജനാധിപത്യവൽക്കരണം വരാത്തതിൻ്റെ അപകടങ്ങൾ തീർച്ചയായിട്ടും റഷ്യയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ലെനിനെ സംബന്ധിച്ചോളം ഈ ജനാധിപത്യ സങ്കല്പം മുറുകെ പിടിച്ചു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. വലിയ രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്തുകയും നിരവധിയായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയൊക്കെ ചെയ്യേണ്ട. ആ ഗ്രന്ഥങ്ങളൊക്കെ തന്നെ ഇന്ന് ലോകത്തുള്ള മുഴുവൻ മാർക്സിസ്റ്റുകാർക്കും ടെക്സ്റ്റ് ബുക്കുകളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇടതുപക്ഷ കമ്മ്യൂണിസം ഒരു ബാലാരിഷ്ടത എന്ന ഗ്രന്ഥം, അത് വാസ്തവത്തിൽ അതുപോലെ വാട്ട് ഈസ് ടു ബി ഡൺ എന്ന ഗ്രന്ഥമൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നത് ഒരു വാൻഗാർഡ്, ഒരു മുന്നണി പോരാളി എന്ന രീതിയിൽ പാർട്ടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പുതിയ കാലത്തെ സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ ഒരു ഉന്നത ഘട്ടം എന്ന രീതിയിലുള്ള ആ പുസ്തകം വലിയ രീതിയിൽ ഇപ്പോഴും ചർച്ച ചെയ്യേണ്ടതാണ്. ഇന്നും ഇത് നമ്മളെ സാമ്രാജ്യത്വം അതിൻ്റെ മറ്റൊരു രീതിയിൽ ഇതേപോലുള്ള രാജ്യത്ത് ആഗോളവൽക്കരണമായി രൂപപ്പെട്ട ഘട്ടത്തിലും കോർപ്പറേറ്റുകളുടെ പല രീതിയിലുള്ള ഇടപെടൽ നടക്കുന്ന ഘട്ടത്തിലും തീർച്ചയായിട്ടും ഒരു അടിസ്ഥാന പഠന ഗ്രന്ഥം എന്ന രീതിയിൽ സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ ഉയർന്ന ഘട്ടം എന്ന പുസ്തകം നമ്മുടെ മുന്നിൽ വഴികാട്ടിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഭരണകൂടവും വിപ്ലവവും എന്ന ഗ്രന്ഥം തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിന് ഏറെ സഹായകമാകാവുന്ന പഠന സാമഗ്രിയായിട്ടത് നിലനിൽക്കുന്നുണ്ട്. ചരിത്രപരമായ ഭൗതികവാദവും വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദവും ഒക്കെ തന്നെയുള്ള കൃതികൾ വളരെ ശക്തമായി നിൽക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ളൊരു സമരം വാസ്തുവിൽ നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ലെഫ്റ്റ് ഡീവിയേഷൻ എന്ന രീതിയിൽ ഇടതുപക്ഷ വ്യതിയാനം തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ മാത്രം വരട്ട് തത്വവാദപരമായി മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അപകടകരമായ രീതിയിലുള്ള തീവ്ര വ്യതിയാനത്തിലേക്ക് പോകും. അതേസമയത്ത് തന്നെ ഇതിൻ്റെ സമൂർത്ത സാഹചര്യങ്ങൾ, സമൂർത്ത വിശകലനം എന്നതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് അത് റിവിഷനിസത്തിലേക്കും പരിഷ്കരണവാദത്തിലേക്കും മാറാനുള്ള ഈ രണ്ട് വ്യതിയാനങ്ങളെക്കുറിച്ചും വളരെ ജാഗ്രതയോടുകൂടി ഒരു ഡയലക്റ്റിക്കലായിട്ടുള്ളൊരു സമീപനം തീർച്ചയായിട്ടും ലെനിൻ സ്വീകരിച്ചിരുന്നു എന്നതാണ്. ആ പോരാട്ടത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് വാസ്തുവിൽ മറ്റേ മെൻഷെവിക്കുകളൊക്കെ അന്ന് ഉന്നയിച്ചത് പോലെ റഷ്യയിൽ വിപ്ലവം നടക്കാവുന്ന ഒരു സാഹചര്യം പക്വമായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അത് ക്ലാസിക്കൽ മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രോലറ്റേറിയൻ, അത് തൊഴിലാളികളുടെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളുടെ മുന്നേറ്റവും മുതലാളിത്തത്തിൻ്റെ തകർച്ചയുടെ ഭാഗമായി വരുന്നതാണ്. പക്ഷേ റഷ്യയിൽ ആ രൂപത്തിൽ മുതലാളിത്തത്തിൻ്റെ വികാസം വന്നിട്ടില്ല എങ്കിലും കർഷകരും കർഷക തൊഴിലാളികളൊക്കെ തന്നെ അന്ന് അനുഭവിച്ചിരുന്ന വലിയ ദുരന്തം അറിയാം. അവരെ കൂടി യോജിപ്പിച്ചുകൊണ്ടുള്ള വലിയ മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് എന്ന് പഠനത്തിൻ്റെ ഭാഗമായി തന്നെ തിരിച്ചറിയുകയും പ്രയോഗത്തിൻ്റെ ഭാഗമായി തന്നെ തിരിച്ചറിയുകയും ചെയ്ത ലെനിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടന്നിട്ടാണ് മഹത്തായ ഒക്ടോബർ വിപ്ലവം നടക്കുന്നതും റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഏറ്റവും ഒരു പ്രാക്സിസ് എന്ന രീതിയിൽ സിദ്ധാന്തം, കേവല സിദ്ധാന്തം, അങ്ങനെ വരട്ട് സിദ്ധാന്തമല്ലാതെ തന്നെ പ്രയോഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാക്സിസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഉന്നതനായിട്ടുള്ള സൈദ്ധാന്തികനായിരുന്നു വാസ്തുവിൽ ലെനിൻ. കലയെക്കുറിച്ചും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സവിശേഷമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ചാൾസ് ഡിക്കൻസിനെ പോലുള്ള എഴുത്തുകാരുടെ റിയലിസ്റ്റിക്കായിട്ടുള്ള എഴുത്തിനെ അദ്ദേഹം വളരെയേറെ ഡൗൺ ട്രോഡൻ്റെ പക്ഷത്ത്, കീഴാളരുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള സമീപനം തീർച്ചയായിട്ടും അദ്ദേഹം അംഗീകരിച്ചിരുന്നു. അദ്ദേഹം മറ്റൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട് വാസ്തുവിൽ ഒരു സ്ഥിരം രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രഭാഷണത്തെക്കാളൊക്കെ തന്നെ പ്രാധാന്യം തീർച്ചയായിട്ടും എഴുത്തുകാർക്കുണ്ട്. അവർക്ക് ഈ ലോകം എങ്ങോട്ട് പോകുന്നു, രാജ്യം എങ്ങോട്ട് പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട് അതിശക്തമായ രീതിയിൽ കലയുടെ വൈകാരികമായ ആവിഷ്കാരത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത്. ടോൾസ്റ്റോയെക്കുറിച്ച് റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് പറയുമ്പോൾ തന്നെ ടോൾസ്റ്റോയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ടോൾസ്റ്റോയ്ക്ക് കൃത്യമായിട്ട് രോഗം നിർണ്ണയിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു. സാമൂഹ്യ രോഗം എന്ന രീതിയിൽ റഷ്യ അനുഭവിക്കുന്ന രോഗം കൃത്യമായി നിർണ്ണയിക്കാൻ പറ്റിയിരുന്നു എന്നതാണ്. അപ്പോൾ ആ കൃതിയുടെ വൈരുദ്ധ്യങ്ങളെയൊക്കെ തന്നെ
സൂക്ഷ്മ പഠനത്തിന് ലെനിൻ വിധേയമാക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയാം. ഒരു യഥാർത്ഥ സാഹിത്യത്തോടാണ് അത് ആഭിമുഖ്യം പ്രകടിപ്പിച്ചിരുന്നതെന്നുള്ളത്. അതിൻ്റെ ഒരു പിന്നെ ഒരു ഡൈവേർഷൻ എന്ന രീതിയിൽ അപകടകരമായ ഒരു സോഷ്യലിസ്റ്റ് റിയലിസം മാത്രമാണ് സ്റ്റാലിൻ്റെ കാലത്തൊക്കെ തന്നെ സോഷ്യലിസ്റ്റ് റിയലിസം മാത്രമാണ് ഏക പിന്നെ കലാസാഹിത്യ പിന്നെ രൂപം എന്ന രീതിയിലുള്ള വാദഗതികളൊക്കെ പിന്നീട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കലയുടെ പിന്നെ ശക്തിയെക്കുറിച്ച് അത് മനുഷ്യജീവിതത്തെ വിശകലനം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ തന്നെ അതിസൂക്ഷ്മമായി പഠിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ആഗോളവൽക്കരണത്തിൻ്റെ പുതിയ സാമ്രാജ്യത്വത്തിൻ്റെ രീതികളെയും അതുമായിട്ടുള്ള ചങ്ങാത്തം സ്ഥാപിച്ചിട്ടുള്ള വർഗീയ ഫാസിസം അതിശക്തമായി എല്ലാ അർത്ഥത്തിലും അതിൻ്റെ മുഖം മൂടിയൊക്കെ പൊഴിച്ച് ഫാസിസ്റ്റ് ഒരു ഭരണകൂടമായി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലെനിനിസ്റ്റ് ദർശനങ്ങളെ പിന്നെ ഒരു അതിശക്തമായ ആയുധമാക്കിക്കൊണ്ടുള്ള വലിയ പോരാട്ടം കാലം ആവശ്യപ്പെടുന്നുണ്ട്. അഭിവാദ്യങ്ങൾ.